സ്വാമി ശരണം. ശബരിമല യാത്രയ്ക്ക് പമ്പയിൽ നിന്ന് തുടങ്ങുമ്പോൾ 2 വഴികളാണ് സാധാരണ അയ്യപ്പന്മാർ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് അപ്പാച്ചിമേട് വഴിയുള്ള പരമ്പരാഗത വഴിയും, രണ്ടാമത്തെ ഈ സ്വാമി അയ്യപ്പൻ റോഡുമാണ്. ഈ പ്രാവശ്യം ഞാൻ സന്നിധാനത്തിലേക്ക് എത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. കാരണം വേറെ ഒന്നുമല്ല, അതിഭയങ്കരമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ വഴി ചൂസ് ചെയ്തത്. കാരണം ഇടതൂർന്ന മരങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വഴിയിൽ സദാസമയം തണലാണ് ഉള്ളത്, നല്ല തണുപ്പുമുണ്ട്. യാത്ര മധ്യേ നമുക്ക് ചീവിടുകളുടെയും മലയണ്ണാൻ്റെയും ഒക്കെ സൗണ്ട്, പ്രകടിപ്പിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈ വഴിയാണ് ട്രാക്ടറുകൾ യാത്ര ചെയ്യുന്നത്. ശബരിമലയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രാക്ടറാണിത്. അതുപോലെ തന്നെ തിരികെ സന്നിധാനത്തു നിന്ന് സാധനങ്ങൾ പമ്പയിലെത്തിക്കുന്നതും ട്രാക്ടർ മുഖേനയാണ്. ഈ പാതയിലും മെഡിക്കൽ സെൻ്ററുകളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ദാഹജലം നൽകുന്ന കൗണ്ടറുകളുമൊക്കെ ഉണ്ട്. വളരെ തണൽ നൽകുന്ന നല്ല ഒരു അന്തരീക്ഷത്തിൽ കൂടി നമുക്ക് ഈ പാതയിൽ കൂടി അയ്യനെ കാണാനായിട്ട് നടന്നു നീക്കാം. അങ്ങനെ മരക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട്. മരക്കൂട്ടത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വനശ്രീയിലെ ഒരു ടീ സ്റ്റാൾ കൗണ്ടറും ഒക്കെ ഉണ്ട്. സ്നാക്സ് സെൻ്ററും എല്ലാം കൂടിയാണ്. ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മരക്കൂട്ടത്തു നിന്ന് നമ്മൾ നേരെ സന്നിധാനത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ ശബരിമല സീസൺ തുടങ്ങുമ്പോഴും അല്ലാത്ത മാസപൂജകൾക്കും ഇവിടെ എത്താറുള്ളത്. അങ്ങനെ നമ്മൾ നടപ്പന്തലിലെ ക്യൂവിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. മാസപൂജയ്ക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർ മാത്രമേ ഉള്ളൂ. ഉത്സവ സീസൺ ആയതുകൊണ്ട് സന്നിധാനവും പരിസരവും എല്ലാം പുഷ്പാലങ്കരണം ഉണ്ട്. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഭക്തി സാന്ദ്രമാക്കി ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് സന്നിധാനമാണ്. അയ്യപ്പൻ്റെ തിരുസന്നിധി കൊടിമരത്തിലെ കൊടിക്കൂറയൊക്കെ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മാളികപ്പുറത്തിൻ്റെ ക്ഷേത്രസന്നിധിയാണ്. മാളികപ്പുറം ക്ഷേത്രസന്നിധിയിൽ ആണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയാണ് മണിമന്ദിരവും നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയും ഒക്കെ ഉള്ളത്. അതിനുശേഷം നമ്മൾ അയ്യനെ വണങ്ങി, മാളികപ്പുറത്തമ്മയും വണങ്ങി, അന്നദാനവും കഴിഞ്ഞതിന് ശേഷമാണ് നേരെ പമ്പയിലേക്ക് നടന്നു നീങ്ങുന്നത്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും, ഉത്സവത്തിന് കൊടിയേറി കിടക്കുന്ന ദൃശ്യമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് 18-ാം പടിക്ക് താഴെ നിന്നുള്ള ദൃശ്യമാണ്. നോയമ്പ് നോറ്റ് ഇരുമുടിക്കെട്ടുമായിട്ട് മാത്രമേ നമുക്ക് ഈ പടി ചവിട്ടാനായിട്ട് പറ്റത്തുള്ളൂ. നിരവധി ഭക്തരാണ് ഇവിടെ ഈ സീസൺ അല്ലാത്ത സമയത്ത് പോലും സന്നിധാനത്തിൽ അയ്യനെ തൊഴാൻ വേണ്ടി എത്തുന്നത്. ഇവരെ സഹായിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സജീവമാണ്.